ഞങ്ങള് പെട്ടു ഗൈസ്. വണ്ടി ഓണാവണില്ല. മുഞ്ചി ഗൈസ്. ആനക്കൂട്ടത്തിൽ നമ്മള് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ടോണുകള്. ഇത് വേറെ സ്ഥലമാണ്. അതെ, നമ്മൾ തൃശ്ശൂരുള്ള ആൾക്കാരില്ലേ, നമ്മൾ തൃശ്ശൂരിലെ ആൾക്കാർക്ക് മഴക്കാലം വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു മെയിൻ സ്ഥലമുണ്ട്. അതെ, അതിരപ്പള്ളി. അതെ, അതിരപ്പള്ളിക്ക് കുറേ ദിവസമായി ഞങ്ങൾ വിചാരിക്കണം പോകണം. അതും നമ്മളുടെ ഈ സ്കൂട്ടർമേല്. ഞങ്ങൾ കൊച്ചിയിലാണെങ്കിലും അതിരപ്പള്ളി നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്ഥലം തന്നെ, പ്രത്യേകിച്ച് മഴ പെയ്ത് കഴിഞ്ഞാൽ. കാരണം എന്തുട്ടാ, നമ്മൾ തൃശ്ശൂരാണെന്നേ. അതെ, അപ്പം നമുക്ക് പോയാലോ, വിട്ടാലോ? പോം. ഓക്കെ, ബൈ. നമ്മൾ കൊച്ചിയിൽ നിന്ന് വരുന്നത് കൊണ്ട് അങ്കമാലിയിൽ നിന്ന് റൈറ്റ് എടുത്ത് മലയാറ്റൂർ പോകുന്ന വഴി നടുവട്ടം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പ്ലാന്റേഷൻ റോഡ് എടുത്തിട്ട് നമ്മളൊരു ഫോറസ്റ്റ് ഡിവിഷനിലൂടെയാണ് നമ്മൾ പോയത്. സിൽവർ സ്റ്റോമിൻ്റെ മുന്നിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു വഴിയാണിത്. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുന്നവരാണെങ്കിൽ നോർമലി ചാലക്കുടിയിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് വേണം അതിരപ്പള്ളിയിലേക്ക് പോവുക. അത് ചെയ്യാതെ മുരിങ്ങൂരിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് മുന്നൂർപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് സിൽവർ സ്റ്റോമിൻ്റെ മുന്നിലേക്ക് എത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ കുറച്ച് ഫോറസ്റ്റ് ഡിവിഷൻ നിങ്ങൾക്കും കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടി കൃത്യമായിട്ട് മനസ്സിലാവും. ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിലല്ലേ ലാസ്റ്റ് പോയത് പുറത്ത്, ഇതേപോലെ ട്രിപ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഇപ്പോഴാണ് പോണത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പോണത് ഈ ജൂണില്. മഴ വരാൻ കാത്തിക്കായിരുന്നു. പിന്നെ വേറെ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മള് പല സ്ഥലങ്ങളിലേക്കും പോക്ക് നമ്മള് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടല്ലോ. പറയൂ ഗൈസ്. റോഡ് നോക്കണം, പിന്നെ പറയണം. വ്യൂ പോയിന്റ് പോലത്തെ പരിപാടി കണ്ടുട്ടാ, കാണിച്ചത്. വണ്ടി നിർത്തട്ടെ. ഓക്കെ, ഇത് ഇങ്ങോട്ടുള്ള വഴിയാട്ടാ, പറമ്പിലേക്കുള്ള വഴിയാ. അങ്ങനെ ഇറങ്ങി പോണോ? റൈറ്റിലേക്ക് പോക്കോ. ആനൊന്നും വരില്ല. ആനൊന്നും വരില്ലല്ലോ. ഓ, പൊളി വ്യൂ ട്ടാ എന്റെ പൊന്നെ. സംഭവം ഇതിൽ അടിപൊളി വ്യൂ ഉള്ള പല സ്ഥലങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇങ്ങനെ ഓരോരോ വ്യൂ കാണുമ്പോ അതൊരു പ്രത്യേക വൈബല്ലേ. എന്തല്ലേ, എന്താ അടിപൊളി സ്ഥലമാണ്. വീഡിയോയിൽ കാണാൻ ഞങ്ങൾക്കും അടിപൊളിയാണ്, അതുപോലെ നേരിട്ട് കാണാൻ ഞങ്ങൾക്കും അടിപൊളിയാണ്. സംഭവം വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് അറിയില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചു നടക്കാം. എന്നെ വെയിറ്റ് ചെയ്തിട്ട് ഒരാളിവിടെ ഇരിക്കുന്നുണ്ട്. വണ്ടിയിൽ കയറാൻ പോവാണ്. അപ്പൊ ഞാൻ തിരിച്ച് വണ്ടി കയറട്ടെ. നമ്മള് ഫുൾ എടുക്കണ്ട. ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിക്കുന്നത് ശിക്ഷാർഹം. എന്താണ് പറയാ, ശിക്ഷാർഹമല്ലേ. അപ്പൊ എങ്ങാനും MVD എങ്ങാനും കണ്ടിട്ട് വല്ല 500 റുപ്യ പോകും. എന്തിനാണ് വെറുതെ. പിന്നെ എന്താ പറയാ, ഭയങ്കര ഇതല്ലേ, വെള്ളച്ചാട്ടം, ചെറിയൊരു വെള്ളച്ചാട്ടം. എന്തെന്നാ ഞാൻ പറയാൻ വന്നേ, ഭയങ്കര സേഫ്റ്റി അല്ലല്ല, വെള്ളച്ചാട്ടല്ല, സേഫ്റ്റി. എന്ത് മഴ പെയ്യുന്നുണ്ട്, നമുക്ക് റെയിൻകോട്ട് ഇട്ടാലോ? നമ്മള് റെയിൻകോട്ട് ഇട്ടിട്ട് വരാം. ബൈ. ഒരാള് നമ്മള് വേഗം റെയിൻകോട്ട് എടുത്തിട്ടുണ്ട്. വേഗം ഇട്ടോ, അല്ലെങ്കിൽ മഴ കിട്ടി നല്ല പണി കിട്ടും. ഓൾറെഡി റെയിൻകോട്ട് ഇട്ട് നിന്ന് വേഗം. നമ്മളെ ഫോണിൽ ഭയങ്കരമായിട്ട് വെള്ളം കയറുന്നുണ്ട്. നമ്മൾ ബാക്കി വിശേഷങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ അതിരപ്പള്ളി ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. വണ്ടി ഓണാവണില്ല. മഴയത്ത് തുള്ളിച്ചാടി നടന്നിരുന്നു ഞങ്ങളാ. ലാസ്റ്റ് വണ്ടി ഓണാവണില്ല. ഞങ്ങള് വണ്ടിപ്പണി പറ്റിച്ചു ഗൈസ്. ഈ പറഞ്ഞ് കേൾക്കില്ല മഴ കാരണം. എന്തൊരു ചെയ്യാ, അടിച്ചോണ്ടിരുന്ന ടിക്കറ് പണി കിട്ടിയെന്ന് പറഞ്ഞല്ലോ. ഇതൊത്ത കാടാ, എന്തൊരു ചെയ്യപ്പോ. ഇങ്ങനെ ഇത്ര നേരം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കാവടി എന്നൊരു പറയാ, കാവടി തുള്ളി വന്നതാ. ഇപ്പൊ കോമഡി ആയി, ട്രാജഡി.
എന്ത് ചെയ്യും മല്ലയ്യ? പെട്ടു, ശരിക്കും പെട്ടു. ഓണാണല്ലോ ഇത്. പറഞ്ഞിരിക്കും ഉണ്ടോ? അപ്പോൾ ഞാനിനി ഹെൽപ്പ് ചെയ്യട്ടോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കാം. എന്തായി കാണിക്കണേ? വൈകി മാറിക്ക് പൊങ്ങണില്ല ചേട്ടാ. പൊങ്ങണില്ല വിളിച്ചു പറയണ്ട, ഇവരൊന്നും കേട്ടാ എന്താ വിചാരിക്കുക? വെറുതെ അല്ല ഈ പണ്ടാറിന്റെ അകത്തിരിക്കും. പിന്നെ ഇതൊക്കെ യാത്രയുടെ ഒരു ഭാഗമാണല്ലോ. നമ്മുടെ എടുക്കാനേ. അതെ, നമ്മൾ നടക്കാൻ തീരുമാനിച്ചു. അത് കാലോട് നടക്കുമ്പോഴല്ലേ ഒന്നും കൂടി നല്ലത് അല്ലേ? അപ്പൊ നമുക്ക് ഒന്നും കൂടി വൈബാവും. ആക്ച്വലി അതൊന്നല്ല കേട്ടോ കാര്യം. ഞാൻ ഉറക്കം സംസാരിക്കാൻ കാരണം പറയണ കേൾക്കില്ല, മഴയുള്ള കാരണം. വണ്ടി പണിയുന്ന കാരണം ഇവിടെ അടുത്ത ഏതെങ്കിലും വീടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോകണം, ആരുടെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ പറഞ്ഞില്ലേ കാടിൻ്റെ ഒരു ഭാഗമായ കാരണം റിസോർട്ട് കാണാനുണ്ട്. ചോദിച്ചു നോക്കട്ടെ ഞങ്ങൾ. ഓക്കെ, എക്സ്പ്ലോറിങ് കൂടിയിട്ടേ ഒരാളുകളുടെ ഡ്രസ് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. എക്സ്പ്ലോറിങ് ഒക്കെ അടിപൊളി അല്ലേ? ഇവിടെ ഈ സൈഡിലേക്ക് വന്നപ്പോൾ വലതുവശത്തേക്ക് വലതുവശമല്ലേ റൈറ്റ് കുറച്ച് അങ്ങോട്ട് നടന്നപ്പോൾ ഇവിടെ ഒന്നുമില്ല. ഈ ബാക്കിലോട്ട് നടന്നിക്കുമ്പോൾ നമ്മൾ റിസോർട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല നേരത്തെ. അപ്പോൾ ആ റിസോർട്ടിൻ്റെ അവിടേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അവിടെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് പോയിട്ട് ബ്ലറായി അവരോട് പോയിട്ട് ചോദിച്ചു നോക്കട്ടെ കാര്യങ്ങൾ. നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചില്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാവുന്നത്. ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലാത്ത വണ്ടിയാണ്. അപ്പോൾ കറക്റ്റായിട്ട് ചിലപ്പോൾ ഞങ്ങൾക്കൊരു ഡിഫറെൻറ്റ് വൈബ് തന്നോട്ടെ എന്നുള്ള കാരണം വണ്ടി മനഃപൂർവ്വം പണിയൊന്നാവൂലേ? യെസ്, ഞങ്ങൾ നടക്കാൻ വയ്യ. അപ്പോൾ നമ്മളെ വണ്ടി അരിയും ഇതായിരിക്കണം നമ്മളെ വണ്ടി കേട്ടോ. ഇതായിരിക്കണം നമ്മളെ വണ്ടി. നമ്മളെ പണി തന്ന ഞങ്ങളൊന്നും കൂടി പോയി ഓണാക്കി നോക്കട്ടെ. ആവുണ്ടോ എന്ന് നോക്കാതെ ഓണാക്കി നോക്കിയേ. മഴ ഒന്ന് കുറഞ്ഞുണ്ട്. ഒരു രക്ഷയില്ല. ലാസ്റ്റ് നമ്മൾ തള്ളി കൊണ്ടുപോകണം. കുറച്ച് ചേട്ടന്മാരോട് ചോദിച്ചു, ഇവിടെ ഒന്നും ജംഗ്ഷനൊന്നുമില്ല. വണ്ടിയുടെ ആൾക്കാർ വന്നപ്പോഴേ അപ്പോൾ നമ്മൾ ഉന്തിയിട്ട് അടുത്തൊരു ഹോട്ടലുണ്ട്. അവിടെ ഒരു ഹോട്ടൽ കാണാനുണ്ട്. ഇവിടെ കൊണ്ടുവെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു റിസോർട്ടും പരിപാടി ഉള്ള ഭാഗത്ത് ജംഗ്ഷൻ മഞ്ഞപ്പുറയിൽ പോകണം. അവിടെയാണ് വർക്ക്ഷോപ്പ് ഉള്ളത്. അപ്പോൾ ശരിക്കും പെട്ടു ഗൈസ്. ഇപ്പോൾ അതിരപ്പള്ളി കാണാൻ പറ്റുമോ എന്തോ നോക്കാം. അങ്ങനെ കുറേ നേരം അടിച്ചടിച്ചിട്ട് വണ്ടി എങ്ങനെയോ ഓണായി. മഴ മാറിയപ്പോഴേ വെള്ളം അതിൽ കയറിയിട്ടാണോ എന്താണെന്നറിയില്ല. എങ്ങനെയോ ആയപ്പോൾ ഓഫായി. പിന്നെ ഇപ്പോൾ ഇത് ഓണായി. ഞങ്ങൾ ജസ്റ്റ് ഓണാക്കിയപ്പോൾ ഓണായി. നമ്മളെ കുറേ പേര് സഹായിച്ചു ഓൺ ചെയ്യാനൊക്കെ ആയിട്ട്. തിരിച്ചു ആ കരിങ്കൽ റിസോർട്ടിലേക്ക് തന്നെ ഞങ്ങൾ ഈ റിസോർട്ടിൻ്റെ അടുത്തായിരുന്നു നമ്മുടെ വണ്ടി. നമ്മൾ ആദ്യം വർക്ക്ഷോപ്പിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ തിരിച്ച് വണ്ടി എടുത്തു. ഈ ചേച്ചി കടയിലെ ചേച്ചിയാണ് നമ്മളെ രക്ഷിച്ചത്. ഈ കടയിലെ ചേച്ചിയാണ് രക്ഷിച്ചത്. നമ്മുടെ വണ്ടി ഓഫായത് ഏകദേശം നമ്മുടെ വണ്ടി ഓഫായത് എവിടെ വെച്ചിട്ടാണ് നമ്മുടെ വണ്ടി ഓഫായത്? ഈ സ്ഥലത്താണ് വണ്ടി ഓഫായത്. പിന്നെ നമ്മൾ വീണ്ടും അടിച്ചിട്ട് മഴ മാറിയപ്പോൾ അടിച്ച് നോക്കി അതായത് ഓണാക്കി നോക്കി അപ്പോഴാണ് ഓണായത്. കിക്കർ വർക്കിംഗ് ആയിരുന്നില്ല. ചെക്ക് പോസ്റ്റ് പോയിട്ട് വർക്കിംഗ് ആണ്. അതിരപ്പള്ളി നമ്മളെ വണ്ടി ഓഫായി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ വണ്ടി ഓഫായപ്പോൾ പിന്നെ എങ്ങനെയോ സ്റ്റാർട്ടായതാണ്. പിന്നെ
വണ്ടി ഇനി ഓഫായി അതായത് നമ്മൾ ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓൺ ആവുമെന്നൊരു പേടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങളൊരു ചെക്ക് പോസ്റ്റിന്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ചെക്ക് പോസ്റ്റിന്റെ അവിടെ എത്തിയപ്പോൾ നമ്മളെ പേരിന്റെ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം. അപ്പോ ഒരു 10 റുപ്പീസ് ഫീസും കൊടുക്കണമായിരുന്നു നമ്മള്. അപ്പൊ നമ്മളെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഒരു മൈല് പോണ്ട് കാണിച്ചു തരാം. ഓടിപ്പോയി. അത് പീലില്ലാത്തതാവില്ല, അത് പെൺമയിലാവും. അപ്പോ 10 റുപ്പീസ് കൊടുക്കണം. 10 റുപ്പീസ് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് കൊടുക്കാന് പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കൂട്ടറിന്റെ ഉള്ളിലാണ്. അപ്പൊ ഒരു രക്ഷയില്ല 10 റുപ്പീസ് എടുക്കാന്, 10 രൂപ കിട്ടാനായിട്ട്. അപ്പൊ ജിപേ ആണെങ്കിൽ വർക്കാവില്ല, കാരണം റേഞ്ച് ഇല്ലല്ലോ, ആകെ പണി പാളിയും. അപ്പോഴാണ് രക്ഷകനായിട്ട് നമ്മളുടെ അടുത്തേക്ക് ഒരു ബ്രോയും പിന്നെ ഒരു ചേച്ചിയും വന്നത്. അതായത് ബൈക്കുമേല് അവരും തന്നെയായിരുന്നു, ട്രാവൽ തന്നെ. അപ്പോ അവര് നമ്മൾ ചോദിച്ചിങ്ങനെ, അതായത് നമുക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അവര് ഒരു മടി കൂടാണ്ട് നമുക്ക് 10 റുപ്പീസ് തന്നു. എന്നിട്ട് നമ്മ പറഞ്ഞു ജീപ്പേ നമ്പർ ഒന്ന് തിരിച്ചിട്ടരാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവര് പറഞ്ഞു വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല ബ്രോ എന്നൊക്കെ പറഞ്ഞു. ഇവരെന്തിനാണ് ഒരു മരമൊക്കെ മുറിക്കുന്നത്? കണ്ടോ, മരമൊക്കെ മുറിക്കുന്നത്. അത് വീണു മരം. ഓ, ഈ ചേട്ടനും ചേച്ചിയാണ് കേട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്തത്. ഞാൻ പറയില്ല 10 റുപ്പീസിന്റെ കാര്യം, ഹെൽപ്പ് ചെയ്തത് ഇവരാണ്. ഇവിടെ ഒരു സ്കൂൾ ഉണ്ട്. ഓ, ഈ ഒരു അയ്യവ സൂപ്പർ. ഇങ്ങനൊക്കെ പഠിക്കണെങ്കിൽ, ഒരു സ്കൂളിൽ പഠിക്കണമെങ്കിൽ ആലോചിക്കേ ഈ ഒരു ഭംഗിയില്. അമ്പോ പോലീസാണ്, നല്ല സ്കൂള് അല്ലേ. കുട്ടികളൊന്നും ഇല്ല. ഇനിയിപ്പോ തുടങ്ങിയില്ലേ, സ്കൂള് തുറന്നില്ലേ? ഉണ്ടല്ലോ, നോക്കി. മാമലക്കണ്ടത്തും ഈ ഒരു വൈബ് ഉണ്ടായിരുന്നു. ബാക്കില് വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ഇത് വേറൊരു ബ്യൂട്ടി. വെള്ളച്ചാട്ടം അല്ലെങ്കിലും ഒരു വേറൊരു ബ്യൂട്ടി. അതായത് കോടമഞ്ഞും മലകളും അതിന്റെ മലനിരകൾക്കിടയിലുള്ള ഒരു സ്കൂള്. നമ്മള് പഠിച്ച സ്കൂളിലൊക്കെ ഫുള്ള് എന്താ പറയാ, റോഡും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ കണ്ടില്ലേ എന്താ അത് ഇത്. അങ്ങനെ നമ്മള് ഒരു ആനക്കൂട്ടത്തിന് നമ്മള് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കാണിച്ചു തരാം. നമ്മള് ആനനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് നമ്മള് അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ആനനെ സ്പോട്ട് ചെയ്തത്. അവിടെ പോയി ബിരിയാണിയാണെന്ന് തോന്നുന്നു. ബിരിയാണി കുറെ ആനകളുണ്ടോ? ആനക്കൂട്ടാണോ? കണ്ടിട്ട് പോ. നമ്മളാളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. വണ്ടി ഓഫാക്കാൻ പറ്റില്ലല്ലോ, അതിന് പുള്ളിക്ക് ഇറങ്ങാൻ പറ്റില്ല. നമ്മളുടെ വണ്ടി കേടായതിന്റെ വിഷ്വൽസ് ഒന്നും നമ്മൾ എടുത്തില്ല. സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. കാരണം ആകെ ടെൻഷൻ അടിച്ചു. കാരണം നമ്മളെ വെയിറ്റ് ചെയ്തിട്ടേ നമ്മളുടെ ഫ്രണ്ട്സ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഓപ്പോസിറ്റ് സൈഡിൽ, സിൽവർ സ്റ്റോമിന്റെ ഭാഗത്തായിട്ട്. അപ്പോൾ അവർക്ക് പിന്നെ അതൊരു ബുദ്ധിമുട്ടാവും. അവരോട് ഫുഡ് അടിച്ചിട്ട് ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ എന്നിട്ട് എന്താ ചെയ്യുക? അപ്പോഴാണ് ഭാഗ്യത്തിന് വണ്ടി ഓൺ ആയത്. ഇവിടെ ഉണ്ട് കേട്ടോ ആനകള്. ഇത് വേറെ സ്ഥലമാണ്. ഇവിടെ ഒരു ആനകളൊക്കെ ഉണ്ട്. ഇവിടെ എന്താണ് റോഡ് മുറിച്ച്, എനിക്ക് തോന്നുന്നു ഇവിടുന്ന് മുറിച്ച് ഒരു കടന്ന് ഇങ്ങോട്ട് എത്തിയും തോന്നുന്നു. കുറെ എണ്ണം ഉണ്ടോ? അവിടെ ഒരെണ്ണം ഒന്നും അല്ല, അതിന്റെ ബാക്കിലും ഉണ്ട് വേറെ. കുട്ടിയാന വലിയാന ഒക്കെ ഉണ്ട്. ഇത് ആനയുടെ മെയിൻ സ്ഥലം കേട്ടോ. ഇത് ചെക്ക് പോസ്റ്റ്. സിൽവർ സ്റ്റോമിന്റെ ഓപ്പോസിറ്റ് കാണുന്ന വെട്ടിലപ്പാറ പാലമാണിത്. ഈ പാലം കടന്നിട്ട് വേണം നമുക്ക് അതിരപ്പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്.
കൊച്ചിയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ അങ്കമാലിയിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് മലയാറ്റൂർ വഴി ഞങ്ങൾ വന്ന പോലെ വരാം. ഇനിയിപ്പോൾ നിങ്ങൾ തൃശ്ശൂരിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മുരിങ്ങൂരിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാവുന്നതാണ്. 6:30 ആകുമ്പോൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അടക്കും. അപ്പം നിങ്ങളുടെ യാത്ര അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യണം. അപ്പം അടുത്ത വിശേഷങ്ങൾ നമ്മൾ അതിരപ്പള്ളിയിൽ എത്തിയിട്ട് കാണാം. അപ്പം ബൈ. ഇതെന്ത് മരമാണെന്ന് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് അടിക്കട്ടാ. അതിരപ്പള്ളിയിലെ ആദ്യത്തെ വ്യൂ പോയിന്റ് നേരിട്ട് കണ്ടപ്പോൾ തന്നെ എൻ്റെ പൊന്നിൻ്റെ അടിപൊളിയാണിത്. എന്തോരം വെള്ളമാണ് പ്രഷറുള്ളത്. വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് നമുക്ക് ഏറ്റവും മുകളിലേക്ക് തന്നെ കേൾക്കാം. ആരും തെറ്റിദ്ധരിക്കരുത്, എനിക്ക് കാല് കിടന്നിട്ട് മാത്രം ഇരിക്കുന്നതാണ് ഞാൻ. അത് നമ്മൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇതുകൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും അതിരപ്പള്ളി കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. ബ്യൂട്ടി ആൻഡ് ബീസ്റ്റ് എന്ന് പറയാം. ഇത് കാഴ്ച അങ്ങനെ അതിരപ്പള്ളി കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ചാർപ്പ വാട്ടർഫോൾ കാണാൻ വേണ്ടി വിട്ടു. ഇനി അടുത്ത മഴക്കാലത്ത് അതിരപ്പള്ളി കാണാമെന്ന വിശ്വാസത്തിൽ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചുപോയി. നമ്മള് അതിരപ്പള്ളിയൊക്കെ കണ്ട് അടിച്ച് പൊളിച്ച് നമ്മള് തിരിച്ച് യാത്രയോട് ഞങ്ങളൊപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ട്. ഫസ്റ്റിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങളെ കൂടെ കശ്മീർ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. കശ്മീർ വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ, അപ്പൊ ശരി, ബൈ.